ഇവളുടെ പേര് വന്നിട്ട് ഈ സ്മൃതി. സ്മൃതി എന്നല്ല, ഈ സ്മൃതി. ഞാൻ പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് അച്ഛൻ നിങ്ങൾ അറിയും, നിങ്ങൾ ഹായ് കാണിക്ക് പറയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഷോപ്പ്. ഓഹോ 63 ഇനി 64 ആണ്. ഹലോ, അങ്ങനെ ഞങ്ങൾ കടയെത്തി. ഞങ്ങളെ കടയിൽ നിന്ന് എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് ഈ ഒരു കുഞ്ഞ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, ഞങ്ങൾ ഇന്ന് കടയ്ക്ക് പോവാണ്. ആക്ച്വലി എൻ്റെ മൈജുവിന് ചെറിയൊരു കടയുണ്ട്, മീൻസ് വീടിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു കട. അപ്പോൾ ഞങ്ങൾ കടയ്ക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാണ്. ഇല്ലേ ഓനി? അപ്പം ഞാനും എൻ്റെ മൈജു പിന്നെ കുഞ്ഞു കുട്ടി ഞാൻ സ്മൃതി. സോറി, ഞാൻ പഴയൊരു വീട്ടിൽ ഞാൻ സുസ്മിത എന്ന് പറഞ്ഞു. പക്ഷേ സുസ്മിത എന്ന് പറയുന്നത് വേറെയാണ്, എനിക്ക് രണ്ടുപേരും കൺഫ്യൂഷനാണ്, അതുകൊണ്ടാണ് സുസ്മിത പറഞ്ഞത്. ഇവളുടെ പേര് വന്നിട്ട് ഈ സ്മൃതി. സ്മൃതി എന്നല്ല, ഈ സ്മൃതി. ഏനാ ആനാ ഓജു. അപ്പോൾ ഓക്കെ, ഞങ്ങൾ രണ്ടും നടക്കട്ടെ. എൻ്റെ മൈജുതാ ബാക്കിൽ വരുന്നുണ്ട്. കാര്യം എനിക്കും നടക്കാൻ സ്ലോ, ഇവളും നടക്കാൻ സ്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സ്ലോ ആയിട്ട് നടക്കട്ടെ. ഓക്കെ. ഓ ഹായ് വണ്ണസ്നാ, വാ നമുക്ക് പോവാം. വാ. ഹലോ ഹലോ ഹലോ. അപ്പം ഞങ്ങൾ കടയ്ക്ക് പോവാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മീൻസ് എൻ്റെ മൈജുന് വേണ്ട സാധനങ്ങൾ. വലിയ സാധനമല്ല, കുട്ടി സാധനങ്ങൾ തന്നെയാണ്. ഓക്കെ, ആക്ച്വലി എൻ്റെ മൈജു ഉണ്ടല്ലോ വലിയ കട, ഞങ്ങളുടെ കൂടെ കടയ്ക്ക് വന്ന് മീൻസ് നടക്കുമായിരുന്നു. അപ്പോഴീ പെട്ടെന്ന് എൻ്റെ മൈജു ഉണ്ടല്ലോ പോക്കറ്റിൽ കൈയിട്ടിട്ട് ഓ മൈ ഗോഡ് പൈസ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിച്ച് ഓടിപ്പോയിട്ട് എടുക്കാൻ. അയ്യോക്കെ അയ്യോ അയ്യോ. ആക്ച്വലി മൈജു വന്നിട്ട് കടയ്ക്ക് പോകുന്ന ഇറങ്ങിയതും ഞങ്ങളുടെ ആട്ടുകുട്ടിയുണ്ട് കേട്ടോ. ആട്ടുകുട്ടിൻ്റെ കാലിൽ ആരോ അടിച്ചിട്ട് കാലിന് എല്ലാം ഒടിഞ്ഞു. അപ്പോൾ അത് കെട്ടി വെക്കാമെന്ന് പറയുമ്പോഴേക്കും എൻ്റെ കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് മൈജുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ വേഗം അലമാറിലിട്ട് പൂട്ടി. എന്നിട്ട് മൈൻഡ് ആ പൈസ എടുത്തു വെച്ചെന്നൊരു മൈൻഡ് പോയി. അപ്പോൾ പിറ്റുന്നൊരു കുറച്ച് കൂടെ എത്തുമ്പോഴേക്കും അയ്യോ പുകയിൽ തൊട്ട് നോക്കുമ്പോൾ പൈസ ഇല്ല. മൈജു കൊണ്ട് ഓടിപ്പോയിരിക്കും എടുക്കാൻ. അപ്പോഴേക്കും ഞങ്ങൾ എന്തായാലും നടക്കാൻ തുടങ്ങി. കാരണം ഇവളും മെല്ലെ മെല്ലെ നടക്കും, ഞാനും മെല്ലെ മെല്ലെ നടക്കും. ഈ ഷോപ്പിലാണ് എൻ്റെ മൈജു പർച്ചേസ് ചെയ്യാൻ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ഈ ഷോപ്പിലെ അങ്കിൾ. ഹായ് വൺസ്തോ अंकल हाय उनसना मेरा बाल तो था पाले तावले किम आमा था उनके हाय उनके ഹായ് ബണ്ണു. ഞാൻ പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് അച്ഛൻ നിങ്ങൾ അറിയും, നിങ്ങൾ ഹായ് കാണിക്ക് പറയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഷോപ്പ്. ഇവിടെ എല്ലാം ഉണ്ട്, കൊടകളുണ്ട്, അതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. കണ്ടില്ലേ, ഇവിടെ വന്നിട്ട് ഫുൾ ബൾക്കായിട്ടും വാങ്ങിക്കാം, പിന്നെ 1-2 ഐറ്റംസ് അങ്ങനെയും വാങ്ങിക്കാം കേട്ടോ. അങ്ങനെയും ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളത് പ്ലാസ്റ്റിക് കവറാണ്. എന്തിനാ പ്ലാസ്റ്റിക് കവർ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, ഇത്രയും പ്ലാസ്റ്റിക് കവർ ഉണ്ട് നമുക്ക്. അടുത്തത് പിന്നെ കുറേ സാധനങ്ങളുണ്ട്, ചെരുപ്പ് ഷൂസൊക്കെ അവൈലബിൾ ആണ്. കണ്ടില്ലേ, നോക്കൂ, ഹാർപ്പിക്ക് ഉണ്ട് അവിടെ, കണ്ടോ, ഫുൾ ചോക്ലേറ്റ്സ്. പിന്നെ ഇവിടെ മെയിനായിട്ട് എന്താ ഉള്ളത്, എന്താ സാധനം, ചായപ്പൊടിയാണ് തോന്നുന്നത്, ചായപ്പൊടി, നോട്ട് ബുക്സ്. കണ്ടില്ലേ, കാരണം ഇത് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഉള്ള ഒരു ഷോപ്പ് ഇത് മാത്രമാണ്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പോകേണ്ടത് ടൗണിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്വർഗം എന്ന് പറയാൻ, നേപ്പാൾ മീൻസ് എൻ്റെ ഏരിയയിലുള്ളവർക്ക്, ഒരു ഞങ്ങളുടെ ഗ്രാമത്തിലുള്ളവർക്ക്. കണ്ടില്ലേ, ഇത് ഓയിൽ, ഇതാണ് ഓയിൽ, നമ്മൾ കറി വയ്ക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഓയിൽ, മായ. പിന്നെ പൊരിയാണ് ഫുൾ മെയിൻ. ഇവിടെ പൊരിയുണ്ട്, ഷാംപൂസ്. കണ്ടില്ലേ, സൺസിൽക്കിൻ്റെ ഷാമ്പൂ ഇവിടെ കൂടുതലും സെയിലാവുന്നു. സൺസിൽക്കിൻ്റെയും അതുപോലെ ക്ലിനിക് പ്ലസും. കണ്ടില്ലേ, കണ്ടോ, സൺസിൽക്ക്. പിന്നെ ഈ ബിസ്ക്കറ്റാണ് ഞാൻ പറഞ്ഞത്, 20 റുപ്പീസ് ഈ ബിസ്ക്കറ്റ്. ഞാൻ പഴയൊരു വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഇത് നല്ല കോസ്റ്റ്ലി ആണെന്ന്. ഇവിടെ എല്ലാം ഇത് 20 രൂപയാണ് ഈ ബിസ്ക്കറ്റ്. ബക്കറ്റുകളുണ്ട് ഫുള്ളും. അത് ഇവിടെ ഉണ്ട്, ഇങ്ങനത്തെ ബക്കറ്റുണ്ട്, അടപ്പുള്ളത്. വീഴും തോന്നുന്നു ഹെൽമെറ്റ് ഇല്ലേ.
പിന്നെ നമ്മുടെ അവിടെ ഉള്ള പോലെ തന്നെ അവിയലുണ്ട്, സോയാബീൻ ഉണ്ട്, പിന്നെ ഇതെന്താ പറയുക, ഇത് വന്നിട്ട് നമ്മൾ ഇതിൻ്റെ തോന്നുന്നു, തുവരിൻ്റെ ഇതാണ് തോന്നുന്നു. പിന്നെ മെയിൻ ഉഴുന്ന് ഇവിടെ ഉഴുന്നിൻ്റെ കറി ഉണ്ടാക്കും, ചാറ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഉഴുന്നിൻ്റെ. പിന്നെ ഇത് ഇവിടെ ഫേമസ് ആണ് കേട്ടോ. ഇത് ഓരോ ദീപാവലി, ദോശ ആ സമയത്ത് ഇത് ജസ്റ്റ് നമ്മൾ ഗസ്റ്റിനൊന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമാണിത്. പിന്നെ ഇവിടെ നാടൻ കോഴിമുട്ടയുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് ഞങ്ങളുടെ ഗ്രാമത്തിലെ ഒരു ഷോപ്പ്, കണ്ടില്ലേ. പിന്നെ കുറച്ചതാ ഉള്ളിയുണ്ട്, തക്കാളിയുണ്ട്, കുറച്ച് പ്ലാസ്റ്റിക് പായകളുണ്ട്, ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ. ഓവറോൾ ലുക്ക് ഇതാണ് ഞങ്ങളുടെ ഗ്രാമത്തിലെ ഷോപ്പ്. പക്ഷെ ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. കാരണം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഗ്രാമം ഫുള്ളും ആ മലമുകളിലും ഇവിടെയൊക്കെയാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്നവർക്ക് ഇത് ഒരു ഹെൽപ്ഫുള്ളെന്നും പറയാം, കണ്ടില്ലേ. പിന്നെ മെയിനായിട്ട് ഗ്യാസ് സിലിണ്ടർ ഉണ്ട് കേട്ടോ അവിടെ. ഇതും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ അവിടുത്തെ കുർക്കുറയാണത്, കുർക്കുറ കണ്ടില്ലേ. ഇനിയിപ്പോൾ എൻ്റെ വെയിറ്റ് നോക്കട്ടെ. ഞാൻ നേപ്പാളിക്ക് വരുമ്പോൾ എൻ്റെ വെയിറ്റ് 69 ഉണ്ടായിരുന്നു, 69 ഗ്രാംസ് ഉണ്ടായിരുന്നു. പിന്നെ നോക്കട്ടെ എൻ്റെ വെയിറ്റ് എങ്ങനെയുണ്ട്. എൻ്റെ വെയിറ്റ് താങ്ങുമെന്നറിയില്ല ഈ സാധനം, ഈ മിഷീനിൽ. ഓഹോ 63 ഇനി 64 ആണ് വരിക. കാരണം ഞാൻ ഇത്തിരി അനങ്ങണ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ 5 കിലോ കുറഞ്ഞാ നേപ്പാളി വന്നിട്ട്. അങ്ങനെ നേപ്പാളി സെറ്റിലായാലോ. ഓ ഏറാ, ഞാൻ നോക്കിയപ്പോൾ ഇവിളി നോക്കും. ചോറ കോത്തി കിലോ ചേരം ഹൊയ് തെനക്കാത്ത ഞങ്ങളുടെ കുഞ്ഞുമണി 11 കിലോ. ഇത്രേ ഉള്ളൂ, പക്ഷെ 11 കിലോ. അപ്പം ഞങ്ങളിതാ മാഗി ഡബ്ബ ഇതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ബോണസ് പറഞ്ഞൊരു 2 വിൽക്കുറിയോ പീട്ടോ. ഇത് റവയാണ് കേട്ടോ, റവയുണ്ട്. അത് നമ്മുടെ അവിടുത്തെ സെൻറ്റർ ഫിക്സ് ഉണ്ട്. പക്ഷേ ഇതുണ്ടല്ലോ നമ്മുടെ അവിടെ 1 rupees ആണല്ലോ അല്ലേ. ഇവിടെ ഇതിന് 2.5 രൂപ, 5 രൂപയ്ക്ക് 2 കിട്ടും. 5 കിട്ടൂട്ടേനാ, കണ്ടില്ലേ. 2.5 രൂപ കേട്ടോ ഒന്നിന്. നമ്മുടെ അവിടെ 1 rupees, ഇത് വന്നിട്ട് 2.5 രൂപ ഒന്നിന്. പിന്നെ വന്നിട്ടാ ഞാൻ റീചാർജ് ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. 100 രൂപ, 100 രൂപ, 200 രൂപ, 300 രൂപ, 400 രൂപ, 500 രൂപ, 600 രൂപ, 700 രൂപ. ഇവിടെ കോസ്റ്റ്ലിയാണ് നെറ്റ്, കണ്ടില്ലേ. എന്നിട്ടും നമുക്ക് വെറും കിട്ടുന്നത് എത്ര GB എന്നറിയാം, 30 GB സംതിങ് കിട്ടണുള്ളൂ. 800 റീചാർജ് ചെയ്ത് വെച്ചാൽ ഒരു 30 GB കിട്ടും. ഇത് കടയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന റീചാർജ്. ഇതാ എൻസെൽ. ഞാൻ നേപ്പാളിൽ 2 സിം വർക്ക് ചെയ്യുള്ളൂ, ഒന്നില്ലെങ്കിൽ എൻസെൽ, ഒന്നില്ലെങ്കിൽ നമസ്തേ. ഓക്കെ, നമസ്തേ. പിന്നെ അതാ ബീറുണ്ട് ഇവിടെ മെയിനായിട്ട്. बीर नॉर्मल है ना, या बीर रखने को नॉर्मल नहीं है, बीर रखने को है ना यहाँ शनि बीर रखने को नॉर्मल नहीं वंचू बीर रखने रे हाँ कौन सा बीर रखने तो नॉर्मल रखने नहीं, यहाँ पुलिस पकड़ना वंचू बीर बीर मने हाँ बीर राखी पुलिस पकड़ना रे पकड़ना ഞാൻ ചോദിക്കുകയാണെങ്കിൽ ബീർ വെക്കുന്നത് പോലീസ് പിടിക്കില്ല, നോർമൽ വെച്ച് നേർക്ക് മല. എൻ്റെ ഞാൻ പറഞ്ഞ നേപ്പാളി ആണെങ്കിൽ എൻ്റെ സംസാരിക്കുന്ന രീതി ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അവർക്കത് ക്യാച്ചപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോവാൻ നിൽക്കുവാണ്. ഓക്കെ, ഇതിൻ്റെ പൈസ കൊടുത്തിട്ട് ഞങ്ങൾ ടാറ്റാ ബൈ ബൈ പോവാണ് വീട്ടിലേക്ക്.
ഞങ്ങളെ കടയിൽ നിന്ന് എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് ഈ ഒരു കുഞ്ഞു പാതിക്കൂടെ പോവാണ് ഞാനും എൻ്റെ മൈജുവും പിന്നെ ഞങ്ങളെ കുട്ടി സ്മൃതിയും. ഇനി വീട്ടിൽ പോയിട്ട് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ മൈജുവിൻ്റെ കുട്ടി ഷോപ്പ് കേട്ടോ. ഹലോ, അങ്ങനെ ഞങ്ങൾ കടയിലെത്തിക്കും. സോറി, കടയിലല്ല, വീട്ടിലെത്തി. അപ്പോൾ എൻ്റെ മൈജു കട ഫുള്ളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുട്ടി കട. അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം എൻ്റെ മൈജുവിൻ്റെ കട. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ മൈജുവിൻ്റെ കട ഇഷ്ടമായ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ സ്മൃതി, ഹലോ हेलो आइयो मेरा दुकान देखनी हो बन बोलो तो सुन के मेरा दुकान हेरने हो बोलो तो പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വരുന്ന കാണിച്ചിട്ടുണ്ട് മൈജിനോട്. ഓക്കെ, ഇതാണ് എൻ്റെ മൈജിൻ്റെ കുഞ്ഞു കട. ഇതാണ് ഞങ്ങളുടെ ഏരിയയിലുള്ളവർക്ക് ഇത്തിരി സ്വർഗം. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഞങ്ങളുടെ മൈജിൻ്റെ കുഞ്ഞു കട. ഓക്കെ, ഇതിലിപ്പോൾ എൻ്റെ മൈജിൻ്റെ കട എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞു വെച്ചാൽ മെയിനായിട്ട് ഈ 1 rupees ചൗ ചൗ ഈ സംഭവം മാഗി ഉണ്ടല്ലോ, ആ മാഗി കുട്ടി പാക്കറ്റിലാക്കി വിൽക്കുന്നുണ്ട്. ഇതിന് 1 rupees ആണ്. കുട്ടികൾക്ക് ഇതാണ് വാങ്ങിച്ചു കൊടുക്കാറ് ഞങ്ങൾ, കണ്ടില്ലേ. പിന്നെ നമ്മുടെ നോർമൽ ക്ലീനിക് പ്ലസ് ഷാമ്പൂ, കംഫർട്ട് ആൻഡ് ഇത് നമ്മുടെ മിക്സർ കണ്ടില്ലേ. ദെൻ ഞങ്ങളുടെ ചൗ ചൗ എന്ത് ടൈപ്പ് പറഞ്ഞു വെച്ചാൽ ഇതാണ് ലാലി ഹോട്ട് ആൻഡ് സ്പൈസി ഇൻസ്റ്റൻറ്റ് നൂഡിൽസ്. ഓക്കെ, നമ്മുടെ ചൗ ചൗ ഇത് കണ്ട് ഇത് വേറെ ടൈപ്പ് ഓഫ് ചൗ ചൗ, പിന്നെ ഇത് വേറെ ടൈപ്പ് ഓഫ് ചൗ ചൗ. ഇത് ബോണസ് കണ്ടില്ലേ. പിന്നെ എന്താ ഉള്ളത്, പിന്നെ ഞങ്ങളുടെ മനുഷ്യൻ്റെ കട ഉള്ളത് പാണ്ടയാണ് കേട്ടോ. പാണ്ട, കിങ് പാണ്ട വേണ്ട ഒരു എരിവുള്ളൊരു സാധനമാണ് ഇത്. പിന്നെ ഇത് വന്നിട്ട് കുടൽ, നമ്മുടെ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ഇതിന് കുടലെന്ന് പറയും, നമ്മുടെ അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ മെയിൻ പാർലേജി കണ്ടില്ലേ, 5 rupeesൻ്റെ പാർലേജിയാണ് നോർമലി എൻ്റെ മൈജു കടയിൽ വിൽക്കുക. കാരണം വലുത് കൊണ്ടുവന്ന് അങ്ങനെ ഇല്ല, സെയിലാവില്ല, വിറ്റ് പോവില്ല. അപ്പോൾ ജസ്റ്റ് 5 rupeesൻ്റെ പാർലേജി ഉണ്ട്. അതിനുശേഷം നമ്മുടെ ഇതറിയില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ സംഭവം എന്ന്, ഇത് അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ മഞ്ചില്ലേ, മഞ്ച് പോലത്തെ സാധനം ഉണ്ട്. തുറന്ന് കാണിച്ചു തരാം. ഓക്കെ, തുറന്ന് കാണിച്ചു തരാം. അയ്യോ, ഈ കൈ എത്തണില്ലല്ലോ. ഇതാണ് സംഭവം. ഇതിന് ഇവിടെ 5 രൂപയാണ് കേട്ടോ. നമ്മുടെ മഞ്ച് പോലത്തെ 5 rupees ആണ്. പിന്നെ നമ്മളിത് ലോലിപോപ്പ് കണ്ടില്ലേ, ഇത് നമ്മൾ നോർമലുള്ള എക്ലെയർ. ഓക്കെ, പിന്നെ വന്നിട്ടിത് സോപ്പ്, തുണി തിരുമ്പുന്ന സോപ്പാണ് കണ്ടില്ലേ, അമർ. പിന്നെ ഇത് നമ്മുടെ നോർമൽ പോരി. പിന്നെ എന്താ ഉള്ളത്, പിന്നെ വന്നിട്ട് ഇത് ഭോലാന്ന് പറയും. ഇത് നമ്മുടെ മലയാളത്തിൽ എന്താ പറയുക എനിക്കറിയില്ല. അപ്പം എല്ലാവർക്കും എൻ്റെ മൈജിൻ്റെ ഷോപ്പ് ഇഷ്ടമായില്ലേ? ജസ്റ്റ് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നേരെ ഞാൻ തിരിഞ്ഞു ചെരുപ്പിടാൻ പോവാണ്. ഓയ് സ്മൃതി ഹൈക്കോ ജൂത്തല്ല ചീശോഞ്ച തണുപ്പത്ത് ചൂടാണ് നടക്കുന്നത് കുട്ടി. ഓക്കെ, അപ്പം എൻ്റെ മൈജ് അവിടെ ഇരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് വ്യൂ, ഡോർ തുറന്ന കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ, അതാണ് എൻ്റെ ഈ ക്യൂട്ട് മൈജിൻ്റെ കുട്ടി ഷോപ്പ്. ആക്ച്വലി ഇവിടത്തുള്ള ആൾക്കാർക്ക് ഈ ചെറിയ ഷോപ്പാണെങ്കിലും ഭയങ്കര ഒരു ആശ്വാസമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഷോപ്പിനൊക്കെ പോകണമെങ്കിൽ ഭയങ്കര ലോങ് പോകണം. അപ്പോൾ മൈജി ഉള്ളത് കാരണം ഇവിടെ ഉള്ളവർക്ക് ഇത്തിരി ഒരു എന്താ പറയുക, ഒരു ഈസി ആയിരിക്കണം വാങ്ങിക്കാനും, അതുപോലെ അവർക്കൊരു ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ ഈ കട വെച്ചുകൊണ്ട് എൻ്റെ മൈജിന് ഒരു ലാഭമില്ല കേട്ടോ. 100% ഞാൻ പറയണു, എൻ്റെ മൈജിന് ഒരു ലാഭവും ഇല്ല. കാരണം കടയിൽ നിന്ന് എന്താണോ വാങ്ങിക്കുന്നത് അത് തന്നെയാണ് ഇവിടെയും വിൽക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ നോർമലി ചൗച്ചന് 20 rupees ആണ്, ഇവിടെയും 20 rupees ആണ്. നോ ലാഭേനാ ഈ 40 നാമൂറിലെ. പക്ഷെ ഒരു ലാഭമില്ല. എന്നാൽ പോലും എല്ലാവർക്കും ഷോപ്പ് കുറച്ച് ലോങ് ആയത് കാരണം മാത്രമാണ് മൈജോട് കട വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ക്യൂട്ട് മൈജുൻ്റെ ഈ ക്യൂട്ട് ഷോപ്പ് ഇഷ്ടമായി. എല്ലാവരും പുതിയതായിട്ടാണെങ്കിലും പഴയ ആൾക്കാരാണെങ്കിലും ആര് കാണുകയാണെങ്കിലും ജസ്റ്റ് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, എൻ്റെ മൈൻഡ് ക്യൂട്ട് ചിരി കണ്ടില്ല, അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, ബൈ.